ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻ്റ് റാലി വിളിച്ചിട്ടുണ്ട്. റാലി നടക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ റാലിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മെഡിക്കൽ അസിസ്റ്റൻ്റ് പെർമനൻറ്റ് കമ്മീഷനാണ്. അപ്പോൾ റാലി നടക്കുന്നത് കേരളത്തിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ റാലി തുടങ്ങുന്നത് 2025 ജനുവരി 29 മുതൽ 2025 ഫെബ്രുവരി 6 വരെയാണ്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. മെഡിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെഡിക്കൽ അസിസ്റ്റൻ്റ് ഗ്രൂപ്പ് വൈ ട്രേഡാണ്. +2 ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2025 ജനുവരി 29 റാലി തുടങ്ങുന്നത്. അപ്പം ജനുവരി 29-നും 30-നും നടക്കുന്ന റാലിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 29-നാണ്. അപ്പം ഈ ഒരു ഡേറ്റിൽ റാലി നടക്കുന്നത് തമിഴ്നാടുള്ളവർക്കും കർണാടക ഉള്ളവർക്കാണ്. അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ റാലി വരുന്നത് 2025 ഫെബ്രുവരി 1-നും 2025 ഫെബ്രുവരി 2-നാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ദിവസം 2025 ഫെബ്രുവരി 1 അപ്പം ഇവിടെ പറയുന്ന സ്റ്റേറ്റ്, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് തെലങ്കാന വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്, കേരളം വരുന്നുണ്ട്, പിന്നെ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. അപ്പം പോണ്ടിച്ചേരിയും ലക്ഷദ്വീപും നമ്മുടെ കൂടെയാണ് വരുന്നത്. ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻ്റ് ട്രേഡ്, അവിടെ നമുക്കുള്ളതും സെയിം തന്നെയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2, മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ്, അതായത് മെഡിക്കൽ ടെസ്റ്റ്. ഫെബ്രുവരി 4-നും 5-നും നടക്കുന്ന റാലിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫെബ്രുവരി 4-നാണ്. അപ്പം ഈ ഒരു ദിവസം റാലി നടക്കുന്ന ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻ്റ്, ഇവിടെ നടക്കുന്ന അതിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്, അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി. അപ്പം ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഫെബ്രുവരി 4-ന് നടക്കുന്ന റാലിയിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം അതിൽ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് വരുന്നുണ്ട്, കേരളം വരുന്നുണ്ട്, കർണാടക വരുന്നുണ്ട്, തെലങ്കാന വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്, പിന്നെ പോണ്ടിച്ചേരിയും ലക്ഷദ്വീപും വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളതും സെയിം തന്നെയാണ്. ഫസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്, പിന്നെ റിട്ടൺ ടെസ്റ്റാണ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 ആണ്, നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് സാധാ +2 ഉള്ളവർ, അതായത് +2 സയൻസ് ഉള്ളവർക്ക് ഫെബ്രുവരി 1 റാലിയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കോ ഫാർമസി ഡിഗ്രി ഉള്ളവർക്കോ അറ്റൻഡ് ചെയ്യേണ്ട റാലി ഫെബ്രുവരി 4-ന് നടക്കുന്ന റാലിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. നോട്ടിഫിക്കേഷനിൽ റാലിക്ക് എത്തേണ്ട സമയം ഇവിടെ പറയുന്നുണ്ട് 6 AM ആണ്. അപ്പോൾ നമുക്കറിയാം 6 AM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിക്കെങ്കിലും അവിടെ എത്തേണ്ട ആവശ്യകത നമുക്ക് വരുന്നുണ്ട്. അപ്പം ലേറ്റ് ആവേണ്ട, എല്ലാവരും 6 മണിക്ക് മുന്നേ ആയിട്ട് 4 മണിക്കോ 3 മണിക്കായിട്ട് തന്നെ ഈ ഒരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തുക. നെക്സ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അപ്പോൾ ഇവിടെ മെറിറ്റൽ സ്റ്റാറ്റസും ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ട്രേഡ് ഫോർ കാൻഡിഡേറ്റ് വിത്ത് +2. അപ്പോൾ +2 ഉള്ളവർക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് 2004 ജൂലൈ 3-നും 2008 ജൂലൈ 3-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി മെഡിക്കൽ അസിസ്റ്റൻ്റ് ട്രേഡ്, ഇവിടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഫാർമസിയിൽ ഡിഗ്രി ഉള്ളവർക്ക്, അവർക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് 2001 ജൂലൈ 3-നും 2006 ജൂലൈ 3-നും ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാരീഡ് കാൻഡിഡേറ്റ്സ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ 2001 ജൂലൈ 3 ആൻഡ് 2004 ജൂലൈ 3. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചവരാണെങ്കിൽ
2001 ജൂലൈ 3-നും 2004 ജൂലൈ 3-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പം അതിനുശേഷം ജനിച്ചവർ മാരീഡ് ആവാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 സയൻസ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം. അതിന് ഇംഗ്ലീഷിന് മാത്രം 50% അല്ലാതെ നേടിയിരിക്കണം. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബയോ സയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ VHSC ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ VHSC ഉള്ളവർക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ VHSCയിൽ ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം. പിന്നെ ഇംഗ്ലീഷിന് മാത്രമായിട്ടും 50% മാർക്ക് നേടിയിരിക്കണം. ഇനി കാൻഡിഡേറ്റ്സിന് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി ഉള്ളവരാണെങ്കിലും അവർക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 സയൻസ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 50% മാർക്കും +2ൽ ഇംഗ്ലീഷിന് മാത്രം 50% മാർക്കും നേടിയിരിക്കണം. കൂടാതെ ഈ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസിയിൽ ടോട്ടലായിട്ട് 50% മാർക്ക് നേടിയിരിക്കണം. റാലിക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അക്ഷയ വഴി അപ്ലൈ ചെയ്തിട്ട് താലൂക്കിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്ത് താലൂക്ക് ഓഫീസിൽ പോയിട്ടോ ഫോട്ടോ ഒട്ടിച്ച ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കാം. അപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കാൻ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് മാൻഡേറ്ററി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസൃതമായിട്ടുള്ള വെയിറ്റ് നമുക്ക് വേണം. പിന്നെ ചെസ്റ്റ് മിനിമം 77 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് ഹിയറിംഗ് കപ്പാസിറ്റി ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഡെൻ്റൽ പോയിൻ്റ് ഇവിടെ 14 ഡെൻ്റൽ പോയിൻ്റ് നമുക്ക് വേണം. ദെൻ ജനറൽ ഹെൽത്ത്, നമ്മളൊരു ഡിഫൻസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്ത് വളരെ നന്നായിരിക്കണം. നെക്സ്റ്റ് ഇവിടെ ഹൈറ്റും വിഷ്വൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. അപ്പം മെഡിക്കൽ അസിസ്റ്റൻ്റ് ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റിന് കുറഞ്ഞത് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ റാലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ HB പെൻസിൽ, എറേസർ, ഷാർപ്പനർ, ഗ്ലൂ സ്റ്റിക്ക്, സ്റ്റാപ്ലർ, പിന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻ്റ് പെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് 10 ഫോട്ടോ ആണ്. ശ്രദ്ധിക്കുക, 10 ഫോട്ടോ ആണ് ഇവിടെ പറയുന്നത്. അത് നോട്ട് ടേക്കൺ ബിഫോർ 6 മന്ത്സ്, അതായത് നമ്മൾ റാലിക്ക് പോകുന്നതിൻ്റെ 6 മാസം മുന്നേ എടുത്ത ഫോട്ടോ ആയിരിക്കരുത്. അപ്പോൾ ഇവിടെ ഈ ഒരു കളർ ഫോട്ടോഗ്രാഫിന് നമ്മുടെ മുന്നത്തെ റാലികളൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്ലേറ്റ് നമ്മുടെ നെഞ്ചത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചോക്ക് കൊണ്ട് നമ്മുടെ പേരും എന്നാണോ ഫോട്ടോ എടുത്തത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് ഈ ഒരു ഫോട്ടോയിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. നെക്സ്റ്റ് ഒറിജിനൽ ആൻഡ് 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതിൻ്റെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. നെക്സ്റ്റ് ഒറിജിനൽ ആൻഡ് 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് +2 സർട്ടിഫിക്കറ്റ്, നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതിൻ്റെ കൂടെ തന്നെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ സ്റ്റാറ്റ് കോപ്പീസും കൂടെ കയ്യിൽ കരുതണം. അടുത്തത് പറയുന്നത് ഒറിജിനൽ ആൻഡ് 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് പാസിംഗ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ഓഫ് BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഇഫ് അപ്ലിക്കബിൾ, അതായത് BSc സർട്ടിഫിക്കറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസുമാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒറിജിനൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസുമാണ് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അടുത്തത് NOC ഇൻ ഒറിജിനൽ ആൻഡ് 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഫ്രം ദ എംപ്ലോയർ ഫോർ കാൻഡിഡേറ്റ്സ് പ്രസൻ്റ്ലി സെർവിങ് ഇൻ എനി ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇഫ് അപ്ലിക്കബിൾ, അതായത് ഏതെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ നിന്നുള്ള NOC നമ്മൾ
കൊണ്ടുപോകണം. അതിൻ്റെ ഒറിജിനലും അതിൻ്റെ 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും. അടുത്തത് ആർമിയിൽ നിന്നോ നേവിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നോ ഡിസ്ചാർജ് ചെയ്ത ആളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ NCCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 4 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും പറയുന്നുണ്ട്. അടുത്തത് ഇവിടെ കൺസെൻറ്റ് ഫോം പറയുന്നുണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവരുടെ ഗാർഡിയൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് നിന്നൊരു കൺസെൻറ്റ് ഫോം ഈ ഒരു ഫോർമാറ്റിൽ ഇവിടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് നിർബന്ധമായിട്ടും റാലി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ അസിസ്റ്റൻറ്റ് പെർമനൻറ്റ് കമ്മീഷനാണ്. അപ്പം ആദ്യം നമുക്ക് 20 വർഷത്തേക്കുള്ള സർവീസാണ് ലഭിക്കുക. അല്ലെങ്കിൽ നമുക്ക് 57 വയസ്സ് വരെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാം. നെക്സ്റ്റ് പേ ആൻഡ് അലവൻസ് ആണ്. നമുക്ക് ട്രെയിനിങ് സമയത്ത് മാസം 14,600 രൂപയാണ് കിട്ടുന്നത്. നമ്മളുടെ ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 26,900 രൂപയാണ്. അപ്പോൾ അതിന് പുറമെ ഒരു ഡിഫൻസ് പേഴ്സണ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അഗ്നിവീറിനേക്കാളുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ അസിസ്റ്റൻറ്റ് പെർമനൻറ്റ് കമ്മീഷനാണ്. അപ്പോൾ ഒരു ഡിഫൻസ് പേഴ്സണ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും മെഡിക്കൽ അസിസ്റ്റൻ്റ് ഉള്ളവർക്കും അതിന് യോഗ്യരാണ്. അപ്പോൾ ഇവിടെ ലീവ് പറയുന്നുണ്ട്. നമുക്ക് 60 ഡേയ്സ് ആനുവൽ ലീവും 30 ഡേയ്സ് കാഷ്വൽ ലീവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റ് അലവൻസുകളൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം 21 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടും കവർ ചെയ്താൽ മതി. ഈ ഒരു 7 മിനിറ്റ് 30 സെക്കൻഡ് അപ്ലിക്കബിൾ ആവുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BSc സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 10 പുഷപ്പ് 10 സിറ്റപ്പും 20 സ്ക്വാഡ്സും. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലുള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ശേഷം റിട്ടൺ എക്സാമിനേഷനാണ്. ഇപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതിന് 45 മിനിറ്റാണ് ടോട്ടൽ സമയം വരുന്നത്. അതിൽ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും 30 രാഗയാണ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ 45 മിനിറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് കാൻഡിഡേറ്റ്സ് ആർ ടു ക്വാളിഫൈ ഇൻ ഈച്ച് പേപ്പർ സെപ്പറേറ്റ്ലി. അതായത് ഇവിടെ ഇംഗ്ലീഷ് പേപ്പറിലും നമ്മൾ പാസ്സാവണം, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്സിനും പാസ്സാവണം. നെക്സ്റ്റ് ഇവിടെ മാർക്കിംഗ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് 0 മാർക്കാണ്. ദെൻ നമുക്ക് റോങ് ആൻസർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിട്ടിയ മാർക്കിൽ നിന്നും 0.25 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും കുറയ്ക്കും. റിട്ടൺ എക്സാമിന് ശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ എങ്ങനെയാണ് മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത്? മെഡിക്കൽ എക്സാമിനേഷന് ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. നോട്ടിഫിക്കേഷനിൽ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ റിക്രൂട്ട്മെൻറ്റിന് പോകുന്ന സമയത്ത് ആധാർ കാർഡ് കയ്യിൽ കരുതണം. പിന്നെ റിക്രൂട്ട്മെൻറ്റിൽ TA-യോ DA-യോ ലഭിക്കുന്നതല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എയർഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.